ES6 അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മോഡ്യൂൾസ്. മോഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മോഡ്യൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ കോഡിനെ കുറച്ച് സ്ട്രക്ചർ ആക്കുക, ഓർഗനൈസ് ചെയ്യുക. ഇതായിരുന്നു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫുൾ ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ അകത്ത് എഴുതി വെക്കുന്ന കുറേ കോഡുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും. കുറേ നാൾ കഴിയുമ്പോഴത്തെ അല്ലെങ്കിൽ കുറേ ഡേറ്റ നമ്മൾ വലിയ വലിയ ഫയൽസ് വരുമ്പോഴത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇതിനെ സ്ട്രക്ചേർഡ് ആക്കി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെറിയ ചെറിയ ചങ്ക്സ് ഓഫ് കോഡാക്കി നമ്മൾ സെപ്പറേറ്റ് ഫയൽസിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നീട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുത്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് മോഡ്യൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ദേ എനേബിൾ യു ടു ബ്രേക്ക് ഡൗൺ യുവർ കോഡ് ഇൻ ടു സ്മോളർ റീയൂസബിൾ യൂണിറ്റ്സ്, പ്രൊമോട്ടിംഗ് മെയിൻറ്റൈനബിലിറ്റി, റീഡബിലിറ്റി ആൻഡ് കോഡ് റീയൂസ്. അപ്പം നമ്മുടെ കോഡ് ബേസിനെ ചെറിയ റീയൂസബിൾ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അത് കാരണം നമുക്ക് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും, റീയൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, റീഡബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. ഇതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ES6 ഫീച്ചർ ഇറക്കിയത്. നമുക്കിതെന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെയിൻറ്റൈനബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡ്യൂൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം സിമിലർ ടൈപ്പ് ഓഫ് വേരിയബിൾസോ അല്ലെങ്കിൽ ഫങ്ഷൻസിനെയോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് മോഡ്യൂളായിട്ട് ഓരോരോ JS ഫയൽ ഇടും അല്ലേ. അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മോഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡ്യൂൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു ഫയലിൻ്റെ അകത്ത് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ അവിടെ ആ ഫയലിൻ്റെ അകത്ത് ഇമ്പോർട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫംഗ്ഷൻസിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ഒക്കെ അടുത്ത ഫയലിൻ്റെ അകത്ത് പോയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ടുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഡിഫോൾട്ട് എക്സ്പോർട്ടും ഉണ്ട്, നെയിംഡ് എക്സ്പോർട്ടും ഉണ്ട്. ഡിഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോഡ്യൂള് ഡിഫോൾട്ടായിട്ട് ഏത് ഫയലാണോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷനോ വേരിയബിളോ ആണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഡിഫോൾട്ട് എക്സ്പോർട്ട്. അതൊഴിച്ചുള്ള ബാക്കിയെല്ലാം നെയിംഡ് എക്സ്പോർട്ടാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആവും. ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, module.js എന്ന് പറഞ്ഞുകൊണ്ട്. അത് റൂട്ട് ഡയറക്ടറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡേറ്റ ഒന്നുമില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ഒരു പൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 3.14 എന്ന് പറഞ്ഞതിന് വാല്യൂ കൊടുത്തു. ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ഫംഗ്ഷൻ്റെ പേര് ഹലോ എന്ന് കൊടുക്കുന്നു. കൺസോൾ ലോഗ് ചെയ്യുന്നു. ഹലോ ഫ്രണ്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് പൈ എന്ന് പറയുന്ന ഹലോ എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട്. ഇതിനെ രണ്ടിനെ എനിക്കിവിടെ എടുക്കണം. ഈ JS എന്ന് പറയുന്ന ഫയലിനകത്ത് കിട്ടണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എനിക്കിതിനെ ഈ ഫയലിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് ഫസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ കാണിച്ചു തരാം. ഇമ്പോർട്ട് നമുക്ക് ഫ്രം സെയിം ഡയറക്ടറി ആയതുകൊണ്ട് module.js ഇമ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് പൈയും ഹലോയും ആണ് അല്ലേ. നമ്മൾ പൈ ഹലോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് എറർ അടിക്കും അല്ലേ. നമുക്ക് എറർ അടിച്ചു. നമുക്ക് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. നെയിംഡ് എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഫംഗ്ഷനാണ് നമുക്കിപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളതെങ്കിൽ ഈ എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എക്സ്പോർട്ട് ഡീഫോൾട്ട് ആ ഒരു ഫംഗ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡീഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഒഴിച്ചുള്ള ബാക്കി എല്ലാ എക്സ്പോർട്ടുകളെയും നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ട് അതിൻ്റെ പേരും കൊടുക്കത്തുള്ളൂ. അതെല്ലാം നെയിംഡ് എക്സ്പോർട്ട്സ് ആണ്. അതായത് ഈ എക്സ്പോർട്ടുകളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് വെച്ച് തന്നെ വിളിക്കണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിനെ അവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഹലോ മാത്രം വിളിക്കാം. എറർ ഒന്നും വരുന്നില്ല. നമ്മൾ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തു ഈ ഒരു JSലേക്ക്. ഇനി നമുക്ക് ഇതിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ജസ്റ്റ് ഫംഗ്ഷൻ കോൾ മാത്രം ചെയ്താൽ മതി. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഹലോ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൺസോൾ ലോഗ് കിട്ടും. ഈസി അല്ലേ? ഇതേ സാധനം തന്നെ നമുക്ക് നെയിംഡ് എക്സ്പോർട്ടാണ് എങ്ങനെ ചെയ്യും? നെയിംഡ് എക്സ്പോർട്ടാണ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ അറ്റാച്ച് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ പേര് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. ബ്രാക്കറ്റിൻ്റെ അകത്ത് പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇനി അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസോൾ ലോഗ് കൊടുത്തിട്ട് പൈ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയോ? ഇതാണ് ഡിഫോൾട്ട് എക്സ്പോർട്ടും നെയിംഡ് എക്സ്പോർട്ടും. ഡിഫോൾട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം.
നെയിംഡ് എക്സ്പോർട്ട് ആണെങ്കിൽ എന്താണോ അവിടെ കൊടുത്തേക്കുന്ന പേര് അത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് കോൾ ചെയ്തിട്ട് വേണം നമുക്കിതിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഹലോ ടു കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനെ കിട്ടും ഇല്ലേ. അതായത് നെയിംഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഡിഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ വേണമെങ്കിൽ എൻ്റെ പേര് കൊടുക്കാം. എൻ്റെ പേര് വെച്ച് വിളിച്ചു കഴിഞ്ഞാലും എനിക്കിതിൻ്റെ വാല്യൂ കിട്ടും കണ്ടോ. അപ്പോൾ ഡിഫോൾട്ട് എക്സ്പോർട്ട് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നെയിംഡ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ വിളിക്കണം. ആ പേര് വെച്ചിട്ട് തന്നെ കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പിന്നീട് ഒരു കാര്യം കൂടെ ഉണ്ട് ഇനി പറയാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ES6 സിൻടാക്സ് ആണ്. 2018 തൊട്ടുള്ള നമുക്ക് സിൻടാക്സുകളാണ്. ES6 തൊട്ട് നമ്മുടെ 2018 തൊട്ടുള്ള എല്ലാ ബ്രൗസറുകളിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്, പുതിയ വെർഷൻസിലെല്ലാം. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യേണ്ടത്, അതായത് നമുക്കിവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ടൈപ്പ് ഈക്വൽ ടു മോഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു കോഡോട് എഴുതണം. എന്നാൽ മാത്രമേ ഈ സാധനം വർക്കാവും. സേവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. cannot use import statement outside a module. ടൈപ്പ് ഈക്വൽ ടു ടൈപ്പ് ഈക്വൽ ടു മോഡ്യൂൾ എന്ന് കൊടുത്താൽ മാത്രമേ ഇതിനെ മോഡ്യൂളായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ മോഡ്യൂളിനെ എക്സ്പോർട്ട് ചെയ്യാനും നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുള്ളൂ. പറയുന്നത് എത്രയും ക്ലിയർ ആയോ? ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് പഠിക്കാം? സ്പ്രെഡ് ഓപ്പറേറ്റർ പഠിക്കാം. ഓക്കെ.